നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നില്ലേ, എല്ലാവരും ഓർക്കുക, സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് വിദ്യ വീട്ടിലൊന്നും പോകുന്നില്ലേ, അല്ല വിദ്യക്ക് കുളിയും നനയൊന്നും ഇല്ലേ എന്ന് ഓർക്കരുത് കേട്ടോ. കാരണം ഈ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് 3 ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കാണും. 3 ദിവസങ്ങളായിട്ടുള്ള വീഡിയോയിൽ ഒറ്റ ദിവസം എടുക്കുന്ന വീഡിയോ ആണ്. അതങ്ങനെ ചോദിച്ച് കളിയാക്കും മീൻസ് കൂട്ടുകാരെ കളിയാക്കുകയല്ലേ, അങ്ങനെ പറയുന്നു. നീ കുളിയൊന്നും ഇല്ലേ, ജപമൊന്നും ഇല്ലേ, ഒന്നും ഇത് തന്നെയാണോ, ഈ ഒറ്റ ഡ്രസ്സേ ഉള്ളോ, തുണിക്കടയൊക്കെ അല്ലേ, വല്ലപ്പോഴും ഒക്കെ ഒന്ന് മാറിയിട എന്നൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ. അതിന് ഞാൻ മറുപടി പറഞ്ഞ, ഒരു ദിവസം കിട്ടുമ്പോൾ അങ്ങ് ഫ്രീ ആയിട്ട് അങ്ങ് എടുക്കുകയാണല്ലേ. ഈ പണ്ടാരൻ്റെ പറഞ്ഞത് എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ ക്യാമറ ഒന്നും എനിക്ക് വിഷയമല്ല, എനിക്ക് പറയാനുള്ള മുഴുവൻ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, റേഡിയോ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ പറയാം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നല്ല ഒന്നാന്തരമായിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു റിഡക്ഷൻ സെയിൽ. നമുക്കിത് ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ. ഷോപ്പിൽ റിഡക്ഷൻ സെയിൽ ആഫ്റ്റർ ഓണം ക്ലിയറൻസ് റിഡക്ഷൻ നടക്കുന്നുണ്ട്. അത് കുർത്തിക്ക് മാത്രമാണ്. ഇഷ്ടംപോലെ ആൾക്കാർ വന്നെടുക്കുന്നുണ്ട്. ഒത്തിരി പോയി, കുറേ കൂടി എന്നാലും ഉണ്ട്. ക്രിസ്മസ് വരാൻ പോകല്ലേ, അപ്പം നമ്മൾ ഓണത്തിൻ്റെ ബാക്കി പത്രങ്ങളെയൊക്കെ ക്ലിയർ ഔട്ട് ചെയ്ത് വിടുക. എൻ്റെ ഒരു പോളിസി അതാവും, വെച്ചുകൊണ്ടിരിക്കരുത് എന്നുള്ളൊരിത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓൺലൈനിൽ മാത്രം ഈ ഒരു സാരികൾ കാണിക്കുക കേട്ടോ. നമ്മുടെ ഇതിൽ ആദ്യത്തെ സാരി ഇതാണ്, ചന്ദേരി സിൽക്കിൽ വരുന്ന സാരി. ഇതുണ്ടോ, നല്ല സാരിയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സെയിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ്. ഓണത്തിൻ്റെ ഒക്കെ സമയത്ത് പ്രത്യേകിച്ചും. ഓണത്തിന് എന്നും കൊണ്ട് ഓണത്തിന് കൊടുക്കുന്ന സാരി അല്ല കേട്ടോ. ഇത് ക്രീം വന്നതുകൊണ്ട് ഒരിക്കലും ഓണത്തിൻ്റെ സാരിയല്ല, ചന്ദേരി സിൽക്കാണ്. ഇത് ക്രീമും വയലറ്റുമാണ് കോമ്പിനേഷൻ. ഇതിൻ്റെ കോമ്പിനേഷൻസ് തമ്മിൽ നല്ലൊരു ഭംഗിയാണ്, നല്ലൊരു എടുപ്പാണ്. ഇത് വരും മുന്താണി വന്നിട്ട് ഒരു ബാട്ടിക് പ്രിൻ്റ് എന്ന് പറയാൻ പറ്റിയല്ല, എന്നാലും ബാട്ടിക് പ്രിൻ്റ് പോലത്തെ ഒരു മുന്താണി. ബ്ലൗസ് ആണെങ്കിൽ ഇതേ ഇങ്ങനെ കണ്ടോ, ഇതാണ് ബ്ലൗസ്. കയ്യിലിങ്ങനെ വന്നിട്ട് ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാവേ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1190 1190 ഇപ്പോഴത്തെ വില 699. ഇനി അതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കാം കേട്ടോ. ബ്ലൂ ഉണ്ട്, ബാക്കിയെല്ലാം വ്യത്യാസമൊന്നുമില്ല, കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നല്ല ചന്ദേരി സിൽക്കിൻ്റെ നല്ല സ്റ്റഫും നല്ല ഇതുമുള്ള, നല്ല നിങ്ങൾക്ക് വെറുതെ ഡെയിലി യൂസ് ഒന്നും അല്ല ഇത്, നമുക്ക് അല്ലാതെയൊക്കെ ഇടാൻ പറ്റുന്ന സാരിയാണ്. ഒരു സഫയർ ബ്ലൂ, അത് പീക്കോക്ക് ബ്ലൂ, ഇത് സഫയർ ബ്ലൂ, ഡാർക്ക് പിങ്ക്, ഒരു എന്നാ പറയുന്നത്, ബ്രിക്കിൻ്റെ ഒരു കളറുള്ള ബ്രിക്ക് റെഡ് എന്ന് പറയാം ഒരു കളറ്. ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഒത്തിരി, ഇതെല്ലാം സിംഗിൾ പീസസേ ഉള്ളൂ. ഇത്രയും ഒരു ബണ്ടിൽ മാത്രമേ നമുക്ക് മിച്ചമായിട്ടുള്ളൂ, ബാക്കിയെല്ലാം തീർന്നു പോയതാ. അപ്പം ഈ പറയുന്ന പോലെ എന്നാ പറയുന്നത്, അത് ഞാൻ ശരിക്കും പറയുന്നത്, ഞാനൊരു എൻ്റെ പേഴ്സണൽ ഒരു ഇഷ്ടം കണ്ടിട്ട് ഞാൻ പറയാം, നല്ല സാരി കേട്ടോ, നിങ്ങൾക്ക് വർത്തായിരിക്കും. ഇതാ അടുത്തത് ഇങ്ങനെ വരുന്ന അജ്രക്ക് പ്രിന്റ് വരുന്ന ഒരു കോട്ടൺ സാരിയെ, ഡെയിലി യൂസിന് നല്ലതാ. ഉണ്ടോ, എന്താണ് ഈ അജ്രക്ക് പ്രിന്റ് വരും, ബോർഡർ ആയിട്ട് ഇങ്ങനെ. ഇതിപ്പോൾ കസവൊന്നുമല്ല, ഇതിങ്ങനെ ഒരു കളറാണ്, ഈ ഒരു ഗോൾഡ് പോലത്തെ ഒരു കളറാണ് വരുന്നത്. ബ്ലൗസ് ഈ ഒരു യെല്ലോ, മസ്റ്റാർഡ് യെല്ലോ, നല്ലതാണ് ഉടുക്കാൻ. നല്ല കോട്ടൺ സാരി ആയതുകൊണ്ട് ഉടുക്കാൻ നല്ലതായിട്ട്. റേറ്റ് 1100 ഇപ്പോഴത്തെ വില 699. ഒരു മിനിറ്റ് കട്ട് ചെയ്ത് ഇതിനൊന്നും തന്നെ. അടുത്ത കളറ് ഒരു മെറൂൺ മീൻസ് റെഡിഷ് മെറൂൺ, റെഡെന്ന് പറയാൻ പറ്റിയല്ല, മെറൂണാണ്. അജ്രക്ക് പ്രിൻ്റാണ്, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. നല്ല അജ്രക്ക് പ്രിൻ്റാണ് കണ്ടോ. ബ്ലൗസ് കാണിച്ചല്ലോ, പ്ലെയിന്. കളർ ചേഞ്ചസ് മാത്രം കാണിക്കാം. ഇൻഡിഗോ ബ്ലൂ, വില ഞാൻ പറഞ്ഞല്ലോ അല്ലേ, 200 അത്ര ഏതാണ്ടല്ലേ. ഇനി വേറൊരു സാരി, ഇതെല്ലാം സിംഗിൾ പീസേ ഉള്ളൂ കേട്ടോ. അയ്യോ, ഈ സാരിയൊക്കെ ഞാൻ ഓൺലൈനിൽ കാണിച്ചിട്ടുള്ളത് നമുക്ക് എന്ത് സെയിൽ വന്നിട്ടുള്ള സാരിയാണെന്നറിയാം. ഇത് പ്രീമിയമാണ്. പ്രീമിയം എന്ന് പറയാൻ പറ്റത്തില്ല. ഇതുണ്ടോ, ഫങ്ഷൻ വെയർ സാരിയായിട്ട് പോകാൻ പറ്റുന്ന ഈ യെല്ലോ. ഇത് കണ്ടോട്ടോ, ഞാൻ ചാടി പ്രീമിയം ആണെന്ന് പറഞ്ഞു. യെല്ലോ വരുന്നതെല്ലാം പ്രീമിയം കളക്ഷൻസിനകത്ത് വരുന്നതിനകത്താണ് ഇങ്ങനെ വരുന്നത്. പിന്നെ
ഇവിടുത്തെ കളർ ഒരു സൈസിൽ എന്തോ ഒരു സൈസ് പായലിൻ്റെ ഒക്കെ കളറുള്ള ഒരു പച്ച, എന്നിട്ട് ഇവിടെയോട്ട് പീച്ച്. മുന്താണി വരുമ്പോൾ ഇങ്ങനെ. ഇതിൻ്റെ ബോർഡർ ഉണ്ട്, ബോർഡറിന് കുറച്ചും കൂടെ വീതി കൂടുതലുണ്ട്. ബ്ലൗസും കൂടെ കാണിച്ചു തരാം. ഇത് വരും ബ്ലൗസ്, ഈ ഒരു പ്ലെയിൻ വരും ബ്ലൗസ്. ഇതിൻ്റെ വില 1490 രൂപയാണ്. ഇപ്പോഴത്തെ വില 799 രൂപ. അതിൻ്റെ വേറെ കളറ് 800. 1400യുടെയാണ് 800. ഇത് അടുത്ത കളറ് തിരിച്ച് കാണിക്കുന്നത്. ഇതാണ് താഴ്വശം കേട്ടോ. ഒരു മസ്റ്റാർഡ് യെല്ലോ എന്ന് പറയാൻ പറ്റുന്നത്, ലൈറ്റ് ഒരു യെല്ലോയുടെ ഒരു ഷെയ്ഡ്. ഇപ്പം ഞാനിങ്ങനെ ഈ വീഡിയോ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കളർ പെട്ടെന്ന് ഓർമ്മ കിട്ടത്തില്ലേ. അരമണിക്കൂർ കഴിഞ്ഞ് ചുമ്മാ അല്ലെങ്കിൽ ഈ വീഡിയോ ഇരുന്ന് കാണുമ്പോൾ അപ്പം പെട്ടെന്ന് എനിക്ക് എൻ്റെ കുഴപ്പം, എന്നെ കളിയാക്കുക ഇവിടെ, അത് തന്നെയാ കുഴപ്പമെന്ന്. ഇല്ലെന്ന് ശരിയാന്നേ, ഇല്ല മോള, ഇല്ല ട്യൂബ്ലൈറ്റാ. എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നോ അങ്ങനെ ഒരിക്കലും പറയരുത് കേട്ടോ, ഒരിക്കലും അങ്ങനെ പറയരുത്. ഈ ഞാൻ സഹിതം പറയും എനിക്ക് ആ പ്രശ്നമാണ്, എനിക്ക് ഈ പ്രശ്നമാണ്, എനിക്ക് അവിടെ വേദനയാണ്, എനിക്ക് ഇവിടെ വേദനയാണ് എന്ന് ഞാൻ പറയുന്നു. കഴിഞ്ഞ ദിവസം എന്തോ ഒരു കാര്യം പറഞ്ഞു, ഞാൻ പറയാം, എനിക്ക് ദൈവം ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. വേറെ പലർക്കും പല ഇഷ്യൂസും കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് അല്ല തന്നുള്ളൂ ഞാൻ ദൈവത്തിനോട് കടപ്പെട്ടിരിക്കുക. കാരണം എനിക്കല്ലേ തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ വേറെ എന്തെല്ലാം നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഇഷ്യൂസ് ലൈഫിൽ സഹിക്കുന്നവരുണ്ട്. കുഞ്ഞി ഇഷ്യൂസ്, അവിടെ ഒരു വേദന, ഒരു അലർജി പ്രോബ്ലം, അങ്ങനത്തെ ഒന്നും നമ്മൾ ഒരു പ്രശ്നവുമില്ല. കാരണം ദൈവത്തിൻ്റെ ഏറ്റവും കരുതൽ എൻ്റെ മേലുള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ആക്കി നിർത്തുന്നതെന്ന് ഞാൻ വിചാരിക്കും. അപ്പം നമ്മൾ ഒരിക്കലും എന്തെല്ലാം പ്രശ്നങ്ങളാണല്ലോ എന്ന് പറയുന്നത്, എന്തെല്ലാം അവസരങ്ങളാണല്ലോ എന്ന് തന്നെ വിചാരിക്കുക. ഇന്നിപ്പോൾ അവസരം ഇല്ലെങ്കിൽ അവസരം ഒരിക്കലും ഇല്ല എന്നല്ല അർത്ഥം. നാളെ അവസരം ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. ഗ്രീൻ കഴിഞ്ഞ ദിവസമൊക്കെ യൂട്യൂബിൽ കുറച്ച് പേര് പറഞ്ഞു വിദ്യ ഒന്നും സംസാരിക്കുന്നില്ല, വിദ്യ മോട്ടിവേഷൻ പറയുന്നില്ല. എന്നെ മോട്ടിവേഷൻ അല്ല, എന്തൊരു വാക്ക് പറഞ്ഞിട്ട് പോസിറ്റീവ് പറയും, അതിൻ്റെ ഇടക്കത്തിൽ പറയുക. ഇനിയിപ്പോൾ അത് പറയുന്നു ഉണ്ടാക്കി പറയുന്നു. ഗ്രീനും ഒരു പീച്ചും, നല്ലൊരു ഗ്രീനും ഒരു പീച്ചും. എന്താണ് ഇങ്ങനെ ഞാൻ ഈ പോസിറ്റീവ് തോട്ട്സ് പറഞ്ഞപ്പോഴത്തെ ഒരു കാര്യം പറയണേ. ഇപ്പോൾ വീടൊക്കെ പണിയുമ്പോൾ നമ്മളൊക്കെ പലരും നല്ലൊരു ശതമാനം ആൾക്കാർ ലോണൊക്കെ എടുത്ത് തന്നെയാണ് വീട് പണിയുന്നത്. മിഡിൽ ക്ലാസ്സോ സാധാരണക്കാരെല്ലാവരും അങ്ങനെ തന്നെയാണ് പണിയുന്നത്. അപ്പോൾ വീട് പണിയുമ്പോൾ നമ്മളെങ്ങനെ വീടിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് വരുമ്പോഴാണ് വീടിൻ്റെ പോർച്ചൊക്കെ നമ്മൾ പണിയുന്നത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആ സമയമൊക്കെ ആകുമ്പോഴത്തേലും ഒരുമാതിരി പൈസയുടെ ഒക്കെ അവസ്ഥ ഒരു മിഡിൽ ക്ലാസ്സുകാരനെ സംബന്ധിച്ച് കുറവാണ്. അപ്പോൾ എങ്ങനെ ചിലവ് ചുരുക്കാം എന്നോർത്തായിരിക്കും ഇരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ പോർച്ചൊക്കെ പണിയുമ്പോൾ അപ്പം നമ്മുടെ എഞ്ചിനീയർ പറയും 2 വണ്ടി ഇടാനുള്ള പോർച്ച് പണിതോ 3 വണ്ടി ഇടാനുള്ള പോർച്ച് പണി. എനിക്കൊന്നും വേണം. അപ്പോൾ അയാൾ ഓർക്കും തന്നെ എനിക്ക് ലോൺ മുഴുവൻ അടയ്ക്കാൻ കിടക്കുക, അപ്പം ഞാൻ ഈ 2 വണ്ടി വാങ്ങിക്കാനോ? ഇല്ല, ഇത് 1 വണ്ടി ഇടാൻ കഷ്ടിച്ച് മതി എന്ന് പറയും. പക്ഷേ ദൈവം തമ്പുരാൻ തീരുമാനിച്ചത് വേറെ ഒന്നാണെങ്കിൽ അയാൾക്ക് 4 വണ്ടി മേടിക്കാനുള്ളത് ആ വീടിൽ കൂടെ വേണം ചിലപ്പോൾ ഐശ്വര്യമായിട്ട് വന്നതാണ്. പിന്നെ കിടന്ന് സഫർ ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് വേറൊരു കാര്യം ഓർക്കുക, മഴ പെയ്തെന്ന് പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ കുടയെടുത്ത് ഒരേ ഒരു കൊച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ അതിന് മാത്രമേ ഉള്ളൂ പോസിറ്റീവ് തോട്ട്. നമ്മൾ ഈ വീട്ടിൽ താമസിക്കുന്നു, നമുക്ക് ഐശ്വര്യമാകുന്നു, നമുക്ക് ഐശ്വര്യം വരുമെന്ന് ചിന്തിക്കത്തേ ഇല്ല. നമ്മൾ കടക്കാരാണ്, നമ്മളെല്ലാം ചെയ്യും, അയ്യോ ഈ കടമെല്ലാം വീട്ടണ്ടേ എൻ്റെ പൊന്നേ, ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ചിന്തിക്കുന്നത് തന്നെ നമ്മളിലേക്ക് വരും. അത് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യം കേട്ടോ. പറയുന്നത് ഉപദേശി വിദ്യ. ഉപദേശി എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഉപദേശിച്ചത് ഞാൻ കേട്ടോ, അങ്ങനെയൊന്നും പറയുന്നത്. ഉപദേശിക്കാൻ ഞാൻ ആള്, ഉപദേശി എന്ന് പറയാൻ പോലും. ഉപദേശി എന്നൊക്കെ പറയുന്നത് വലിയ ആൾക്കാരാണ്, അതിന് കഴിവുള്ളവരാണ്, പണ്ഡിതന്മാരും അങ്ങനെ പറയുന്നത്. അവരുടെ ഒന്നും വാലെ കെട്ടാൻ കൊള്ളത്തില്ല. നമ്മൾ ഭാഗത്താൻ ഒരു സാധാരണക്കാരി, അത്രേ ഉള്ളൂ. ഇനി കുറച്ചും കൂടെ ഉണ്ട് വീഡിയോ കാണിച്ചിട്ടൊക്കെ. അടുത്ത സാരി ഇതേ എൻ്റെ ഓൺലൈൻ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കറിയാം. ഞങ്ങൾക്ക് ഒരു സമയത്ത് ഭയങ്കര ഹിറ്റായിട്ട് ഇഷ്ടം പോലെ, ഹിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സെയിൽ അല്ലെങ്കിൽ ഒത്തിരി ഓർഡർ വരുന്നതിനെ ഞാൻ അങ്ങനെ ഹിറ്റെന്നൊക്കെ പേരിട്ട് വിളിക്കുന്നത് കേട്ടോ. കലങ്കാരി പ്രിന്റ് വരുന്ന ചന്ദേരി സിൽക്കിൻ്റെ ഈ സാരി നിങ്ങൾ പലരും വാങ്ങിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് പ്രീ ബുക്കൊക്കെ ചെയ്ത് വാങ്ങിച്ച സാരിയാണ്. നല്ല രസമാണ് കാണാൻ. നിങ്ങളുണ്ടല്ലോ ഒരു സാരി ഫോളൊക്കെ കൂടെ വെച്ചിട്ട് ഈ സാരി ഉടുക്കണം, നല്ല ഭംഗിയാണ്, നല്ല സ്റ്റാൻഡേർഡ് ഫീൽ തരുന്ന ഒരു സാരിയാണ്. 1190 ആയിരുന്നു ഇതിൻ്റെ അന്നത്തെ വില. ഇപ്പോഴത്തെ വില 790 രൂപ. ഇത് 2 കളറേ ഉള്ളതെന്നാണ് തോന്നുന്നത്. അതെ, ഈ ഒരു കളറും കൂടെ ഉണ്ട്.
ഗോൾഡൻ കളർ, സെയിം പ്രിന്റ്, ചന്തേരിയുടെ മെറ്റീരിയല്, കലങ്കാരിയുടെ പ്രിന്റ്. ഇനി വേറൊരു സാരി, ഇത് ഒരെണ്ണം കൂടി ഉണ്ട്. എൻ്റെ പെൺകൊച്ചുങ്ങൾ എടുത്തു വെച്ചേക്കുന്ന, എനിക്ക് എന്നാന്നൊന്നും വലിയ നിശ്ചയമൊന്നുമില്ല. ഞാനിങ്ങനെ വരുന്നു, വീഡിയോ എടുക്കുന്നു, ആദ്യം അടിക്കുന്നു, അത്രേ ഉള്ളൂ. അതിൻ്റെ തന്നെ എന്തോ ഒരു ചെറിയ വ്യത്യാസം ഇത് തമ്മിലുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട്. ഉണ്ട്, മുന്താണിക്ക് വ്യത്യാസമുണ്ട് കണ്ടോ. ഇതിന് ഇച്ചിരി കൂടെ ഒരു തിളക്കം കൂടുതലും ഉണ്ട്. ബ്ലൗസ് വന്നിട്ട് ഇതിൻ്റെ ബ്ലൗസ് കാണിച്ചില്ലായിരുന്നല്ലേ, ഇതിൻ്റെ ബ്ലൗസ് കാണിക്കാത്തത് ക്ഷമിക്കണം. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ്. പ്ലെയിൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സെൽഫ് പ്രിൻ്റ് ഉണ്ട് വിത്ത് ബോർഡർ. എനിക്ക് വിശക്കാൻ തുടങ്ങിയേ. എപ്പോൾ തുടങ്ങി വീഡിയോ എടുക്കാമെന്നറിയാം, സ്പീഡ് കൂടി. സെമി ഡോള സിൽക്കിൽ വന്നിരിക്കുന്ന ബ്ലാക്കിൽ നല്ല ഒരു ക്രീം ഷെയ്ഡ് വന്നേക്കുന്ന ഒരു കുർത്തിയാണേ. കുർത്തിയില്ല സാരി. കുർത്തിയുടെ അടുത്തോട്ട് പോയാൽ പിന്നെ കുർത്തി, സാരിയുടെ അടുത്തോട്ട് പോയാൽ പിന്നെ സാരി. കണ്ടോ കുഞ്ഞുങ്ങളോ, അയ്യോ അങ്ങനെയൊക്കെ പറയാതെ. ബ്ലൗസ് താഴത്തെ ബോർഡർ. ബ്ലൗസ് വരുമ്പോൾ ബ്ലാക്ക് പ്ലെയിൻ. തയ്ക്കണ്ട, വേറെ ബ്ലൗസ് കാണുമല്ലോ. വേണമെങ്കിൽ പിന്നെ തയ്ക്കണ തയ്ച്ചോട്ടോ. അയ്യോ വില, ഇതിൻ്റെ ശരിക്കുള്ള ഒറിജിനൽ വില 997 9 995. ഇപ്പോഴത്തെ വില 695. 695 വരുമ്പോൾ 900 തന്നെ. അതായത് അത്ര 100 രൂപയുടെ കുറവായിരിക്കരുത്, മതി കൂടി വരും. ഇത് നമ്മുടെ സെമി മോഡാണ്. ഇതൊക്കെ ഒറ്റ പീസേ ഉള്ളൂ. 2 ഉണ്ട്, ഒറ്റ പീസേ ഉള്ളൂ. ഡിസൈൻ 2, കളർ 2, ഒറ്റ സിംഗിൾ പീസ്. എന്തോരം പോയ സാരിയാണോ എൻ്റെ ദൈവമേ. ബോട്ടിൽ ഗ്രീൻ, അജ്രക്ക് പ്രിന്റ്, എന്താണ് അജ്രക്ക് പ്രിന്റ്, സെമി മോഡാള്, ബ്ലൗസ് പ്ലെയിൻ. റേറ്റ് 890 ആയിരുന്നു ഇതിൻ്റെ ഒറിജിനൽ റേറ്റ്. ഇപ്പോഴത്തെ വില 499. ഇനി അതിൻ്റെ തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല. സെമി മോഡൽ പല രീതിക്ക് പല സ്റ്റഫിന് വരാറുണ്ട്, പല റേറ്റിന് വരാറുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് അത് തന്നെയാണ് അതിൻ്റെ വില. നോക്കട്ടെ, ഇതിൻ്റെ വില അത് തന്നെ 890 ഇപ്പോഴത്തെ വില 499. വേറൊരു കളറാണേ, എന്നാ പറയുന്നത്, എന്നെ കളർ, ഇതൊരു ഗ്രീൻ്റെ ഒരു ഷെയ്ഡാണ്. കണ്ടോ, ഗ്രീൻ്റെ ഒരു ഷെയ്ഡാണ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് ഇങ്ങനെ. ഒരു ഷിഫോൺ സാരി, ഒരേപോലെ ഫുള്ള് ഷിഫോൺ സാരി ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. നല്ല രസമാണ്, ഇങ്ങനെ ഇരിക്കും. ഇത് വാങ്ങിച്ചിട്ട് സ്കേർട്ടോ ഫ്രോക്കോ കുർത്തിയോ എല്ലാം വേണേൽ തയ്ച്ചോ. നല്ല സാരിയാണ്. 690 ഇപ്പോഴത്തെ വില 390. ഇനി ഇതൊക്കെ ഓർമ്മയുണ്ടോ? എന്തേലും ഓടിയ സാരി എന്തായാലും വിറ്റതാണെന്നറിയും. ഇങ്ങനത്തെ പല ഷെയ്ഡ്, ഈ ഒറ്റ കളറും ഈ ഒറ്റ സാരിയും കൂടി എടുക്കുന്നുണ്ട്. ഇത് അഴിച്ചിട്ട് പോലും ഇല്ല. ഉണ്ടോ, ഒത്തിരി റീസ്റ്റോക്ക് വന്നേ. 699 ഇപ്പോഴത്തെ വില 499. ഇതൊക്കെ ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡ് അല്ലായിരുന്നു. ഇത്തിരി കാലമൊന്നും ആയില്ല. ഇപ്പം എന്നാന്നറിയോ, ഒത്തിരി ഡിസൈനേഴ്സ് ആൾക്കാരെല്ലാം ഭയങ്കര കൂടുതലായതുകൊണ്ട് മിനിറ്റ് വെച്ച ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ചയിലത്തെ ട്രെൻഡ് അല്ല അടുത്ത ആഴ്ചയിലത്തെ ട്രെൻഡ്. അതാണ് ഒരിത്. ഒരിടയ്ക്ക് മൊടാള് ബനാറസി അങ്ങനെ ആയിരുന്നു. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. നല്ലതുമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ മോഡൽ നോക്കി സാധനങ്ങൾ വാങ്ങിക്കുന്നവർക്ക് ഞാനൊന്നും അങ്ങനെ വാങ്ങിക്കത്തേ ഇല്ല. എനിക്ക് നല്ലതാണ്, ഞാൻ ഇട്ടാൽ ഭംഗിയാണ്, എനിക്ക് കംഫർട്ടാണെന്ന് തോന്നുന്നതേ ഞാൻ വാങ്ങിക്കുള്ളൂ. ഇപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയാൻ ഞാൻ വാങ്ങിക്കത്തില്ല. എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രെൻഡ് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് നമ്മുടെ കംഫർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണേലും ഇടാലോ. എൻ്റെ പോളിസി ആട്ടോ, വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഓരോരുത്തർക്കും അവനവൻ്റെതായ ഇഷ്ടങ്ങൾ. താങ്ക് യു. അപ്പോൾ വീണ്ടും ഇത് ഡിസ്കൗണ്ട് സെയിൽ ആയതുകൊണ്ട് റിട്ടേൺ എക്സ്ചേഞ്ച് റീഫണ്ട് ഒന്നുമില്ലേ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.